കുറച്ച് ദിവസമായില്ലേ നമ്മൾ ജേണൽ ഡയറിയിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട്. ഞാൻ ഈ ജേർണലിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജേർണലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴും കൂടുതലും കാണുന്നത് ഈ കുട്ടികളായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂടുതലും ഈ വീഡിയോസ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ എൻ്റെ കൂടെ കാണുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ ഡയറിയിലൊക്കെ എന്തിനാ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഒട്ടിക്കുന്നത്, എന്താ ഈ ചെയ്യുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ശരിക്കും ഇതിനെ ഒരു പേരിട്ട് ജേർണലിംഗ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടുപരി നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മെമ്മറി പോലെ സൂക്ഷിച്ച് വെക്കുന്നതാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ജേർണലിംഗ് പല ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതാവാം, ഫോട്ടോസ് ഉൾപ്പെടുന്നതാവാം, അല്ലെങ്കിൽ നമുക്കുള്ള കുറേ മെമ്മറീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യങ്ങളാവാം. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ജേർണൽ അല്ലെങ്കിൽ ആ ഒരു ഡയറിയിൽ ഒരു കോൺസെപ്റ്റിൽ ഒറ്റ ഇതായിട്ട് ഒതുക്കി നിർത്താൻ പറ്റില്ല. ഒത്തിരി മെമ്മറീസൊക്കെ അടങ്ങുന്ന, പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോൾ പണ്ട് നമ്മൾ ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ നോക്കില്ലേ, അതുപോലത്തെ ഒരു ഫീല് കിട്ടണം. അതിനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നത്. എൻ്റെ എല്ലാ അനുഭവങ്ങളും ഫീലിങ്സൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതും കേട്ടോ. ഇതെൻ്റെ കോളേജ് കാലഘട്ടം, അതായത് ഞാൻ PG പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ്. അവിടെ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരുടെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജേർണലിംഗ് പോലെ നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്കും ജേർണലിംഗ് ഒക്കെ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.